ഹലോ എടാ, എന്റെ പൊന്നു എന്നെ ചതച്ചടാ. നമ്മളുടെ കല്യാണം ഉറപ്പിച്ച് ഒരു വാക്ക് അവൾ എന്നോട് പറഞ്ഞില്ലടാ. ഞാനേ അവളുടെ ബെഡ്റൂമിലുണ്ട്. അവളെ കണ്ട് 2 വാക്ക് സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് വരുന്ന വിഷയമല്ല. എടാ, ഈ സാധനം അടിച്ചു തീർക്കല്ലേ, ഞാൻ വന്നിട്ട് അടിച്ചാൽ മതി. വേറൊന്നുമില്ല. എനിക്കിത് കുടിച്ച് മരിക്കണം. എനിക്ക് കുടിച്ച്. എടാ, കട്ട് ചെയ്തോ, ഞാൻ ഒന്ന് ഒളിച്ച് കെട്ടടാ. പൊന്നു അമ്മ പറയുന്ന ഒന്ന് കേക്ക്. എന്തോ അമ്മ? അമ്പലത്തറ തറവാട്ടിന്നൊക്കെ ഒരു കല്യാണം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമല്ലേ? ആനി അമ്പാരിയൊക്കെ ഉള്ള തറവാടാ. അമ്പാരിയൊക്കെ അവരുടെ തറവാടുകാരാണോ? ഓ, അമ്പാനി അല്ല, അമ്പാരി. അമ്പാരി. അതുകൊണ്ട് അമ്മ പറയണത് എന്റെ മോൾ ഒന്ന് കേക്ക്. അമ്മ ഇതെന്തോ നോക്കുന്നത്? അല്ല, ഒന്നുമില്ല. എന്തായാലും നിന്റെ കല്യാണം ഉറപ്പിച്ചൂലോ. നിന്റെ ആ വേട്ടാവെളിയൻ കാമുകൻ ഇതിന്റെ അടിയിലെങ്ങാനും ഒളിച്ചിരിപ്പുണ്ടോന്ന് അമ്മ നോക്ക. അയ്യേ അമ്മേ, അമ്മക്ക് എന്നെ തീരെ വിശ്വാസമില്ലേ? ഞാൻ അമ്മയുടെ മോളല്ലേ? അതുകൊണ്ടാ എനിക്ക് വിശ്വാസം ഇല്ലാത്തത്. വേണ്ട, കല്യാണത്തിന് മുമ്പ് പെൺകുട്ടികൾക്ക് പല ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും. ആണോ? ആ, അപ്പൊ അമ്മയ്ക്ക് കല്യാണത്തിന് പിന്നെ വേറെ ലൈൻ ഉണ്ടായിരുന്നു? ഒരു അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് മോള് ചോദിക്കുന്ന ചോദ്യമാണോടിയത്? ആണോ? സോറി അമ്മ, ഞാൻ അറിയാതെ ചോദിച്ചു ഒരു പോയതാ. പ്രേമം ഉണ്ടായിരുന്നോന്ന്? 2 എണ്ണം ഉണ്ടായിരുന്നടി. എന്നിട്ട് അങ്ങനെ നിന്റെ അച്ഛനങ്ങ് കെട്ടി. അപ്പൊ മറ്റേ രണ്ടുപേരും തേച്ചാ? അത് തേച്ചതല്ല, അത് നിന്റെ അച്ഛനാണെങ്കിൽ സ്വന്തമായിട്ട് ഈ തടി കച്ചവടവും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതൊന്നുമില്ല, സ്വന്തമായിട്ട് തടി മാത്രമേ ഉണ്ടായിരുന്നു. എന്റെ മോൾ ഇവിടെ ഇരുന്ന് നല്ലോണം ആലോചിക്ക്. കുമ്പളപ്പവും തിന്ന് ഇവിടെ അങ്ങനെ കിടക്കണോ അതോ അന്യനാട്ടിൽ പോയിട്ട് സാൻഡ്വിച്ച് കഴിക്കണോന്നൊന്ന് ചിന്തിക്ക്. അമ്മയ്ക്ക് കുമ്പളപ്പമാണോ ഇഷ്ടം, സാൻഡ്വിച്ച് ആണോ ഇഷ്ടം? അമ്മയ്ക്ക് രണ്ടും പോവും എന്ന് വിചാരിച്ചിട്ട് നീ എങ്ങാനും ഇവിടെ ഇരുന്ന് കുമ്പളപ്പം തിന്നാ, നീ സാൻഡ്വിച്ച് തിന്നാ മതി. അമ്മ ഇങ്ങനെ പറയല്ലേ, എനിക്ക് വിജിലേഷ് ചേട്ടനെ മറക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കൊറേ സ്വപ്നം കണ്ടുപോയി. അത് ഈ പ്രായത്തിൽ കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടുന്ന് വരും. മോൾ അമ്മേനെ നല്ലോണം അമർത്തി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് കരയേ. അപ്പൊ എല്ലാ വിഷമങ്ങളും മാറും. മോളുടെ നെഞ്ചത്തുനിന്ന് അവൻ പറിച്ചങ്ങ് പൊക്കോളും. ആണോ? അപ്പൊ അമ്മയുടെ കല്യാണത്തിന് മുന്നേ അമ്മയുടെ അമ്മേനെ ഒരുപാട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. കൊള്ളാം. അമ്മയെ മാത്രോ? എന്റെ അമ്മയും മുത്തശ്ശീനെയും വല്യമ്മേനെയും ആ നാട്ടിലുള്ള സകല തള്ളാരെയും ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. അപ്പൊ അമ്മേനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞാ എന്റെ വിഷമം മാറുവോ? എന്റെ പൊന്നുമോള് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒന്ന് കരയേ. അപ്പൊ വിജിലേഷ് ചേട്ടൻ എന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോകും. അയാള് പൊക്കോളും. കെട്ടിപ്പിടിച്ച് എന്റെ പൊന്നു വായോ, അമ്മയുടെ സുന്ദരി വായോ. മറക്കാൻ പറ്റണേ. അയ്യോ വിജിലേഷ് ചേട്ടൻ അല്ല, വിജിലേഷ് ചേട്ടനെ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചോളാം. അല്ല, അമ്മ ഒരു സൂത്രം പറഞ്ഞുതരാം. ഇനി മോൾക്ക് അന്യ പുരുഷന്മാരെ വല്ല വിചാരവും വന്നാ അമ്മ ഒരു നാമം ചൊല്ലിത്തരാം. അതങ്ങ് പറഞ്ഞാ മതി. പറഞ്ഞോ. പതിവ്രത, ഭർത്താവ്, സ്വന്തം മക്കള്. പതിവ്രത, ഭർത്താവ്, സ്വന്തം മക്കള്. പ്രാർത്ഥിച്ചോളാം. ഇത് നിന്നങ്ങ് പ്രാർത്ഥിച്ച് കിടന്നങ്ങ് ഉറങ്ങിക്കോ. കേട്ടാ? ശരി അമ്മ പോട്ടെ. അമ്മ പൊക്കോ. പതിവ്രത, ഭർത്താവ്, സ്വന്തം മക്കള്. ഓഹോ, അമ്മ അപ്പൊ ഇതുവരെ ഈ ചൊല്ലല് നിർത്തിയിട്ടില്ലല്ലേ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്റെ വിജിലേഷ് ചേട്ടാ, വിജിലേഷ് ചേട്ടാ, വിജിലേഷ് ചേട്ടാ, തൊട്ടുപോരുത്. വിജിലേഷ് ചേട്ടന്റെ പൊന്നും അല്ലേ? നിന്റെ വിജിലേഷ് ചേട്ടൻ മരിച്ചു. അയ്യോ അങ്ങനെ പറയല്ലേ വിജിലേഷ് ചേട്ടാ. വിജിലേഷ് ചേട്ടൻ ഇത് എവിടെയായിരുന്നു? എത്ര നാളെ അറിയോ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. എന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വിജിലേഷ് ചേട്ടാ, ഒന്നും പറയണ്ട. കുഞ്ഞാവേ, നീ എന്നോട് സംസാരിക്കരുത്. എന്നോട് നീ സംസാരിക്കല്ലേ. കുഞ്ഞാവേ, എടി ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്നോട് സംസാരിക്കില്ലടി. കുഞ്ഞാവേ സംസാരിക്കണ്ട. ഇങ്ങോട്ട് വന്നേ കുഞ്ഞാവേ. പൊന്നു, ഞാൻ വരില്ല. ഇങ്ങോട്ട് വാ കുഞ്ഞാവേ. ഞാൻ വരില്ല പൊന്നു. ഇങ്ങോട്ട് വരാ. ഞാൻ വരൂല. നിനക്ക് ഒരു ഓസ്ട്രേലിയക്കാരനെ കിട്ടിയപ്പോ ഈ ഓച്ചറക്കാരനെ നീ മറന്നല്ലേ? അങ്ങനെ പറയല്ലേ വിജിലേഷ് ചേട്ടാ. പിന്നെ ഒരാള് വന്ന് പെണ്ണ് കണ്ടോണ്ട് പോയെന്ന് പറഞ്ഞോണ്ട് കെട്ടൊന്നും കഴിഞ്ഞില്ലല്ലോ. എങ്ങാനും കഴിഞ്ഞാ ഇവിടെ വെട്ട് നടക്കും. വെട്ട്. ഒരാള് വന്ന് പെണ്ണ് കണ്ടു, ചായ കുടിച്ചിട്ട് പോയി, അത്രേ ഉള്ളു. സംസാരിച്ചില്ലേ? സംസാരിച്ചു. പിടിച്ചില്ലേ? പിടിക്കാനോ?
പിടിച്ചല്ലാന്ന് മിച്ചറെ പിടിച്ചില്ലേ, പിന്നെ ഉണ്ടംപുരി പിടിച്ചില്ല അവൻ. പിടിച്ചില്ലേ? അത്രേ ഉണ്ടായുള്ളൂ. അത്രേ ഉണ്ടായുള്ളൂ. വിജിലേഷ് ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിക്കൂടി, നിന്റെ സ്വഭാവം അതാണ്. അയ്യോ അങ്ങനെ പറയല്ലേ. ഈ പൊന്നുണ്ടല്ലോ, അടുത്ത ജന്മത്തിലും വിജിലേഷ് ചേട്ടന്റെ പെണ്ണായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം. ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും എന്നെ വെറുതെ വിടില്ലല്ലേടി. അങ്ങനെ പറയല്ലേ വിജി. നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അയ്യോ അങ്ങനെ പറയല്ലേ. ഇനി നമ്മൾ കാണില്ല. അങ്ങനെ പറയല്ലേ. എവിടെ പോവാ? ഞാൻ സംസാരിച്ച് വന്ന വഴി മറന്നുപോയി. വന്ന വഴി അത് ഈ വഴി, അങ്ങോട്ട് വെക്കോ. ചെല്ലി പോ പോ പോ. അങ്ങനെ പറഞ്ഞു. നിന്നെ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നിനക്ക് ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചത്. ആ സാധനങ്ങൾ എനിക്ക് തിരിച്ചു തരണം. വിജിലേഷ് ചേട്ടൻ ഈ പൊന്നൂര് തന്ന സാധനങ്ങളെല്ലാം തിരിച്ചു തരണം. അപ്പൊ ഇനി എന്നെ വേണ്ട. നീ തമ്മിൽ ഒരു ബന്ധമില്ല. ശരി, തരാം 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 തരാം. അവളെ അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ വെള്ളിക്കൊലിച്ച് കാണാതെ പോയി ഞാൻ കിടന്ന് കരഞ്ഞപ്പം എനിക്ക് വാങ്ങിച്ചു തന്ന സ്വർണ്ണക്കൊലിച്ച് പിടിച്ചോ. കൊണ്ടുവയ്ക്കോ കൊണ്ടുവയ്ക്കോ. എന്റെ പൊന്നോ, ഞാൻ പാടത്ത് പണിയെടുത്ത പൈസ എന്റെ ദൈവമേ. അതെ, എനിക്ക് ഈ സ്വർണ്ണക്കൊലിച്ച് തന്നപ്പോഴേ ഞാനൊരു സാധനം അങ്ങോട്ട് തന്നായിരുന്നു, വില പിടിപ്പുള്ള. ഏതോ മരത്തിന്റെ ചോട്ടി കിടന്ന കുന്നിക്കുരു. ഇതാണ് നീ എനിക്ക് നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. 1 2 3 4 5 6. കറക്റ്റ് കറക്റ്റ്. ഇനിയുണ്ട്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ എനിക്ക് തന്ന സ്വർണ്ണ മോതിരം. ആ, നിങ്ങൾ എനിക്ക് സ്വർണ്ണ മോതിരം തന്നപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു വില പിടിപ്പുള്ള സാധനം തന്നല്ലോ. ചിരട്ട മോതിരം. ചിരട്ട മോതിരം. അത് മാത്രമല്ല ഇനിയുണ്ട് സാധനങ്ങൾ. അത് മാത്രമല്ലടി, കാട്ടിൽ ഏതോ മയിൽ ഉപേക്ഷിച്ചു പോയ മയിൽപ്പിലി. ഇതാണ് നീ എനിക്ക് തന്നത്. കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. നീ അലമാരി തുറക്കടി, എന്റെ സാധനങ്ങളുണ്ട്. അലമാരി തുറക്കടി. നിങ്ങൾ തന്ന സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ചു തന്നെ. ഇതിലിരിക്കുന്നത് എന്റെ വേറെ കുറെ സാധനങ്ങൾ. അവിടെ ഞാൻ പൊളിക്കുന്നു. അലമാരി തുറക്കാൻ. അലമാരി തുറക്കടി. എന്റെ ദൈവമേ, ഇതാര് മേടിച്ചെന്നാടി? ഇതാര് മേടിച്ചെന്നാടി? ഇത് നിങ്ങൾ വാങ്ങിച്ചു തന്നല്ല. ഇത് എന്റെ വിഷ്ണുവേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നതാ. വിഷ്ണു മോനെ ഭാഗ്യവാൻ. ഇതാര് മേടിച്ചെന്നാടി? ഇതെനിക്ക് എന്റെ രവിയേട്ടൻ വാങ്ങിച്ചു തന്നതാ. രവിയുടെ ഭാഗ്യം. ഇത് ആര് മേടിച്ചെന്നാടി? ഇത് എന്റെ അർജുനേട്ടൻ വാങ്ങിച്ചു തന്നത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്ത്? നീ എന്നെ ചതിക്കായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പുറത്ത് ബിവറേജിലെ ക്യൂ അല്ല കണ്ടത്. അല്ല, നിന്റെ കല്യാണം ഉറപ്പിക്കുന്നു പറഞ്ഞ് നിനക്ക് ഗിഫ്റ്റ് തന്ന കാമുകന്മാര് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്ന ക്യൂ ആണിയത്. അത് തന്നെ ക്യൂവാ. നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയല്ലോ. കിട്ടി. ഇനി ഇതിന്റെ അകത്തുള്ള സാധനങ്ങള് അവിടെ ക്യൂ നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് ഞാൻ കൊടുക്കും. ഞാനേ നല്ല ആഠ്യത്തുള്ള കുടുംബത്തിൽ പറഞ്ഞതാ. നല്ല ആഠ്യമുള്ളത് കുടുംബത്തിൽ പറഞ്ഞതാ. ശരി, ഞാനൊന്ന് ശപിച്ചു കഴിഞ്ഞാൽ നീ പുഴുത്തു പോകും. ആണോ? നിങ്ങൾ ശപിക്കോ? 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 നീ ഒരു കാലത്ത് പിടിക്കില്ല. കുഞ്ഞാവേ, ഇറങ്ങി പോടാ.